അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റവും നിർമ്മലതയോടുകൂടെ വിശുദ്ധിയുടെ ഈ അൾത്താരയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. മനസ്സിൻ്റെ ആകുലതകളെയും ദൈവം മാത്രം ഇടപെടേണ്ടതായ ജീവിത സമസ്യകളെയും ഒക്കെ അനുഗ്രഹമാക്കണമേ എന്നൊരു തീവ്രമായ ആഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ തുണയാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാൾ കർത്താവിൽ ചേർന്നിടാം, ഒരുമയോടി അർപ്പിക്കാം. നവമൊരു പീഠമൊരുക്കീടാലം മുൻപാകെ അണച്ചീടാം. പെസഹ തിരുനാളിൽ ഒളിയ കൈപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധ
പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താലാനിൻ സ്തുതി തന്നെ സ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തിലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമായ ഈ വിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തേളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തിളി നീർച്ചോലയിൽ അനുദിനം
വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർശലേം നായകനിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർശലേം നായകനിൻ തിരുനാമം പാവനം. ദുഃഖമില്ലൻ പ്രിയ ദൈവം, എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. ദുഃഖമില്ലൻ പ്രിയ ദൈവം, എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. കണ്ണീരുമായി ചെന്റെ ഉള്ളിൽ എന്നും ആനന്ദപ്പൂന്തേ നിറയ്ക്കും. കണ്ണീരുമായി ചെന്റെ ഉള്ളിൽ എന്നും ആനന്ദപ്പൂന്തേ നിറയ്ക്കും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർശലേം നായകനിൻ തിരുനാമം പാവനം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി
പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരിയോ ആവശ്യത്തിനോ വസ്ത്രത്തിനോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആത്മാവിൽ വരമരുകിയാലും ആപാദം കനിവരുകിയാലും യേശുവിൻ ആത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യ സ്വരൂപം. ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം. ആത്മാവിൽ വരമരുകിയാലും ആപാദം കനിവരുകിയാലും യേശുവിൻ ആത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യ സ്വരൂപം. ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം. ഈ വിശ്വമാകെ നിന്നെ സ്തുതിപ്പോ, ഈ വിശ്വമാകെ നിന്നെ സ്തുതിപ്പോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെയുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു.
ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ്. അമ്മ മാതാവിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ഒരു പുണ്യമാണ് വിശ്വാസം. നമ്മെല്ലാവരും വിശ്വാസികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ആലയത്തിലായിരിക്കുക. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രവചനമുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. നാം ഇങ്ങനെ കാണാതെ പഠിച്ച ഒരു വചനഭാഗമാണത്. ആ വചനഭാഗം കീറി മുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക നിങ്ങൾ എത്രമാത്രം വിശ്വാസികളാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്നൊരു ബോധ്യം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് കാണപ്പെടാത്തതായിട്ടുള്ളത്? എൻ്റെ അപ്പനെ കാണാം, എൻ്റെ അമ്മയെ കാണാം, കൂടപ്പിറപ്പുകളെ കാണാം, ദൈവാലയം കാണാം, എനിക്കെല്ലാം കാണാൻ പറ്റും. എനിക്കെല്ലാം കാണാൻ പറ്റുമ്പോഴും ഒരിക്കലും കാണാത്ത ഒരു ഈശ്വര സാന്നിധ്യം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമസ്യയിലും താങ്ങായി തണലായി ഉണ്ടാകുമെന്നൊരു ബോധ്യമാവണം വിശ്വാസം. പിന്നെ എവിടെല്ലാം പോയാലും, എത്രമാത്രം സങ്കടങ്ങൾ ഉണ്ടായാലും, സന്നിഗ്ധ അവസ്ഥകൾ ഉണ്ടായാലും, അവിടെയെല്ലാം ഞാൻ കാണുന്നില്ല എങ്കിലും എൻ്റെ കൂടെ കൂട്ടാളായി, കയ്യാളായി, കരുണയായി, ദയയായി, ആർദ്രതയായി എൻ്റെ കൂടെ ഒരു ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്നൊരു ബോധ്യം. ഇന്നലെ വരെയും നാമൊക്കെ അനുഭവിച്ചതൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, ഒറ്റപ്പെടലും നൊമ്പരങ്ങളും യാതനകളും ഒക്കെ ഉണ്ടായപ്പോൾ, ആരും കൂട്ടില്ലാതിരുന്നപ്പോഴും ഒക്കെ എവിടെയോ ഒരു കരം പിടിക്കുവാനായിട്ട് ധൈര്യം പകരുവാൻ അദൃശ്യമായ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെയൊക്കെ ആയിരുന്നാലും എൻ്റെ കൂടെ ഞാൻ കാണാത്ത ഒരു ഈശ്വര സാന്നിധ്യം അനുഗ്രഹമായി കൂടെ ഉണ്ടാകുമെന്ന ബോധ്യമാണ് വിശ്വാസത്തിൻ്റെ ആദ്യപടി. രണ്ടാമത്തെ ഭാഗം പഠിപ്പിക്കുന്നു, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. ഓരോ ക്രൈസ്തവൻ്റെയും പ്രത്യാശ സ്വർഗമാണ്. നമ്മൾ ഓരോരുത്തരും ആശിക്കുന്ന സ്വർഗം സ്വായത്തകമാക്കുവാൻ നമുക്ക് സാധ്യതയുണ്ട്, യോഗ്യതയുണ്ടെന്നൊരു ബോധ്യം ചങ്കിൻ്റെ നെരിപ്പോടിൽ ഇങ്ങനെ കോറിയിടാനുള്ള ധൈര്യം ഉണ്ടാവണം. എത്രമാത്രം പരിമിതികളുണ്ടായാലും പരിദേവനങ്ങളുണ്ടായാലും അവിടെയൊക്കെ ഞാൻ ആശിക്കുന്ന സ്വർഗം സ്വായത്തകമാക്കുവാൻ എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ബോധ്യം. പരിശുദ്ധയമ്മയ്ക്ക് ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാൻ ഭാഗ്യമുണ്ടായത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നേടാതെ വരുമ്പോൾ നമ്മളൊക്കെ പതിയെ പതിയെ ദൈവത്തിൽ നിന്ന് മാറി അകലുവാനുള്ള സാധ്യതയുണ്ട്, മനസ്സുകൊണ്ടെങ്കിലുമൊക്കെ. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നിരന്തരം നിത്യകന്യകയായിട്ട് ദൈവത്തിന് വേല ചെയ്തുകൊണ്ട് ദൈവാലയത്തിലാകണമെന്ന്. ഏറ്റവും പരിശുദ്ധിയായ പരിശുദ്ധ അമ്മയുടെ ഈ ആഗ്രഹത്തിന് ദൈവം കൊടുത്ത ഉത്തരം നേരെ വിപരീതമാണ്. അവൾ ആഗ്രഹിച്ചത് നേരെ വിപരീതമായ ഉത്തരം കിട്ടിയപ്പോഴും ദൈവത്തോട് പിറുപിറുക്കാതെ മറുതലിക്കാതെ ശരണപ്പെടുവാൻ ഭാഗ്യമുണ്ടായത് അവർക്ക് ഏറ്റവും വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്ക് നഷ്ടമാവുക ഈ പ്രതീക്ഷയും വിശ്വാസവും ഒക്കെയാണ്. ഇന്ന് പരിശുദ്ധയമ്മ പഠിപ്പിക്കുന്നു, സാധാരണ ഒരു ഗ്രാമീണ കന്യകയിൽ നിന്ന് അൾത്താരിൽ എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മ കടന്നുപോയ വഴികളിലൊക്കെ ഒരുപാട് സന്നിഗ്ധ അവസ്ഥകളുണ്ടായിരുന്നു, കുത്തുവാക്കുകളുണ്ടായിരുന്നു, നൊമ്പരങ്ങളും കണ്ണുനീരുമൊക്കെ ഉണ്ടായിരുന്നു. നാം ഓരോരുത്തരും അനുഭവിക്കുക ഇതൊക്കെ തന്നെയാണ്. സമാനമായ ജീവിതാനുഭവം ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ എന്നെ വിളിച്ചവൻ വിശുദ്ധതയിൽ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് പോകുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നൊരു ധ്യാനം നമുക്കിന്നുണ്ടാവണം. സുവിശേഷം നാം വായിച്ചു കേട്ടത് കാനായിലെ വിവാഹത്തിനെ കുറിച്ചാണ്. നാം ഒരുപാട് ധ്യാനിച്ചിട്ടുള്ളതാണ്.
ഏറ്റവും ആദ്യത്തെ വരി ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറ്റണം. പരിശുദ്ധ അമ്മ എവിടെ ഉണ്ടായിരുന്നു? ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. ഒരു പക്ഷേ പരിശുദ്ധ അമ്മ അവിടെ ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥി ആയിരിക്കാം. നമ്മുടെ കുടുംബജീവിതത്തിലും സാധാരണ ജീവിതത്തിലുമൊക്കെ നാം ക്ഷണിക്കപ്പെടാതെ പരിശുദ്ധ അമ്മ കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം ആഴമായ ബന്ധം പരിശുദ്ധ അമ്മയോടുണ്ടാവണം. എവിടെയാണ് നാം ക്ഷണിക്കപ്പെടാതെ പോവുക? അത്രയും പ്രിയപ്പെട്ടിടത്താണ്. പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതവും പരിശുദ്ധ അമ്മയുമായിട്ട് ഒരുപാട് സമരസപ്പെട്ടു പോകേണ്ടിയിരിക്കും. ജപമണിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ അമ്മയുടെ ഒരു ധ്യാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. കൊന്ത ഉരുട്ടിയത് കൊണ്ട് മാത്രമാവുകയില്ല അമ്മയുടെ സാന്നിധ്യം. ആ ഓരോ ജപമണിയിലൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ ചങ്കിൻ്റെ നൊമ്പരങ്ങളൊക്കെ അമ്മയോട് ചേർത്ത് വയ്ക്കുവാൻ അമ്മ കൂട്ടാളിയായിട്ട് കൂടെ ഉണ്ടാവണം. സിഹിയോൻ മാളികയിൽ അപ്പോസ്തലന്മാർക്ക് ധൈര്യം പകർന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ടാവട്ടെ. വീണ്ടും വായിക്കുന്നുണ്ട്, വിഞ്ഞു തീർന്നു പോയതും അത്ഭുതമുണ്ടായതുമൊക്കെ. കാനായിലെ കുടുംബത്തിൽ ഒരുപാട് കാലത്തേക്ക് നാണക്കേടിന് കാരണമാകാമായിരുന്ന ഒന്നാണ് വിരുന്ന് നഷ്ടമായി എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ലഹരികൾ നഷ്ടമാകുമ്പോൾ കൂട്ടായ്മയുടെ, അയൽവക്ക ബന്ധങ്ങളുടെ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളുടെ, കൂടപ്പർ ബന്ധങ്ങളുടെയൊക്കെ സ്നേഹമാകുന്ന ലഹരികൾ നഷ്ടമാകുമ്പോൾ, ആ സ്നേഹത്തിന് വിള്ളലുണ്ടാകുമ്പോൾ അവിടെ നാം ക്ഷണിക്കേണ്ട വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ആ കുടുംബത്തിലെ നാണക്കേടിന് കാരണമാകാമായിരുന്ന ഒന്നിലേക്ക് ആ കുടുംബനാഥനേക്കാട്ട് മുമ്പേ അറിഞ്ഞ് ഇടപെട്ട ഒരു പരിശുദ്ധ അമ്മ. ഏതൊരു കാരണമാണോ കാനായിലെ കുടുംബത്തിൽ കണ്ണുനീരിൻ്റെ കാരണമാകാമായിരുന്നത്, അതേ കാരണം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ ശ്രേഷ്ഠമായ വിരുന്നായിട്ട് മാറിയത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഏത് കാരണമാണ് നമ്മളെ കരയിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക, അതേ കാരണത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആ കാരണങ്ങൾ തന്നെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വിരുന്നിൻ്റെ കാരണമായി മാറാം. വിശ്വാസപൂർവ്വം ദൈവത്തോടൊപ്പമാകണമെന്നൊരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. അമ്മ കടന്നുപോയ ജീവിതയിടങ്ങളൊക്കെ നമ്മുടേതായിട്ട് മാറപ്പെടുമ്പോൾ അമ്മ കണ്ടതുപോലെ കാണുവാനായിട്ടും അമ്മ ധ്യാനിച്ചതുപോലെ ധ്യാനിക്കുവാനുമുള്ള ഒരുക്ക ദിവസങ്ങളാകട്ടെ ഈ ദിവസങ്ങളൊക്കെ. അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് അമ്മയുടെ പ്രിയപ്പെട്ട മകനെ ഓർമ്മിപ്പിച്ചതുപോലെ ഇപ്രകാരമാണ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോഴൊക്കെ നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിനും. ഓരോ വിശുദ്ധ കുർബാനയും ഒരു കാന അത്ഭുതമായിട്ട് നമുക്ക് മാറണം. കടന്നു വന്ന വ്യക്തിയായിട്ട് ആവരുത് നാമൊക്കെ തിരികെ മുമ്പോട്ട് പോവുക. തിരികെ പോകുമ്പോൾ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ കൃപയാൽ നിറയുന്നവരായി മാറപ്പെടുവാൻ, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു പോകുന്നവരാകുവാനായിട്ടുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാവട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ വിരുന്നാണ് വിശുദ്ധ കുർബാന. ഈ അപ്പത്തോടും വീഞ്ഞോടും ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ ആകുലതകളെയും ഒക്കെ ചേർത്ത് വയ്ക്കുവാനുള്ള സാധ്യതയുണ്ടാവണം. തുറവിയോടുകൂടെ നമുക്ക് ഈ ഇടത്തെ ശുദ്ധമാക്കി മാറ്റാം. ഒരുപാട് കണ്ണുനീരുണ്ടാകുമ്പോഴും ഓർത്തുകൊള്ളുക, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീരും സംവേദനങ്ങളും ഒക്കെയാണ് നമ്മളെ നമ്മുടെ ദൈവാലയവുമായി അൾത്താരയുമായിട്ട് ഒന്നിപ്പിച്ചത്. എത്രമാത്രം നാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ അവിടെയൊക്കെയാണ് നാം ഏറ്റവും കൂടുതൽ ദൈവത്തെ ശരണപ്പെടുവാനായിട്ട് മനസ്സ് കാണിച്ചതും. എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും അപ്പുറത്ത് എന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ഈശ്വര സാന്നിധ്യമുണ്ടെന്നൊരു ബോധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. പ്രത്യേകമായിട്ട് മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പുതിയ തലമുറയിലായിരിക്കുമ്പോൾ പുതിയ ചിന്തകൾ ഉണ്ടാകുമ്പോഴൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥന, മാതാപിതാക്കളുടെ വിശുദ്ധിയുടെ പ്രാർത്ഥനയാണ് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറുക. പഴയ നിയമത്തിൽ മോശ വിരിക്കപ്പെട്ട കരങ്ങളുമായി ആയിരുന്നപ്പോഴൊക്കെ ഇസ്രായേൽ മക്കൾക്ക് അനുഗ്രഹമായിരുന്നു. ഇന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാകണം അനുഗ്രഹമായി മാറേണ്ടത്. പണ്ടൊക്കെ വീട്ടിൽ പറയുമായിരുന്നു, എടാ പള്ളിയിൽ പോടാ, കുരിശ് വരയ്ക്കാൻ പോടാ എന്നൊക്കെ പറയുന്ന ഒരു ശബ്ദങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇന്ന് പതിയെ പതിയെ ശബ്ദങ്ങളൊക്കെ നിലച്ചിരിക്കുകയാണ്. ഞാൻ തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്, പള്ളിയിൽ പോടാ, കുരിശ് വരയ്ക്കാൻ പോടാ എന്നല്ല മാതാപിതാക്കൾ പറയേണ്ടത്. പള്ളിയിൽ വാടാ, കുരിശ് വരയ്ക്കാൻ വാടാ എന്ന് പറയാൻ പറ്റിയ എത്ര മനസ്സും മനോഭാവവും ഈ ആലയത്തിലുണ്ടെന്നൊരു ബോധ്യമുണ്ടാവണം. ബാഹ്യമായ ആചാരങ്ങൾക്കപ്പുറത്ത് ചങ്കിൻ്റെ ഉള്ളിൽ ഈശ്വര സാന്നിധ്യം നിറച്ചുകൊണ്ട് എന്നെ കാത്തു പരിപാലിക്കുവാൻ ഈ ലോകത്തിൽ എൻ്റെ ദൈവം മാത്രമേ ഉള്ളെന്നൊരു ബോധ്യം നമുക്ക് അനുഗ്രഹമായിട്ട് മാറണം. ഈ അപ്പത്തോടും വീഞ്ഞോടും നമുക്ക് ചേർത്ത് വയ്ക്കാം.
നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ സങ്കടങ്ങളെ, കടബാധ്യതകളെ, ജോലിയിടങ്ങളെ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും അനുഗ്രഹമായ ഒരു വിശുദ്ധ കുർബാനയായി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യ കുർബാനയായി, ഏറ്റവും അവസാന കുർബാനയായി ഇതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ രക്തങ്ങളായി മാറുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എവിടൊക്കെയാണോ ഈശ്വര സാന്നിധ്യം ആവശ്യമായത് അവിടേക്കെല്ലാം കടന്നു വരണമേ എന്നൊരു ആഗ്രഹം നമുക്ക് കൂടെ ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതയാത്ര അനുഗ്രഹമായിട്ട് മാറും. അമ്മ പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് നമുക്കുണ്ടാവണം. വിശ്വാസത്തിൻ്റെ ആഴത്തിലാവട്ടെ നമുക്ക് ആ ഉറപ്പുറപ്പിക്കേണ്ടത്. അതിനുള്ള ഉപാധികൾ സഭ സമ്മാനിക്കുമ്പോൾ നിർമ്മലതയോടുകൂടെ നമുക്കത് സ്വീകരിക്കാം, തുറവിയോടുകൂടെ സ്വീകരിക്കാം. ആത്മാവിൻ്റെ നിറവ് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥ്യം നമ്മുടെ കുടുംബങ്ങളിൽ എന്നും ഉണ്ടാകാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഓർമ്മിപ്പിക്കുകയാണ്, ഈ അപ്പത്തോടും വീഞ്ഞോടും ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, ആകുലതകളെ, എവിടെയാണോ എൻ്റെ ദൈവം എന്നെ സ്പർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, അവിടേക്ക് കടന്നു വരണമേ എന്നൊരാഗ്രഹം നമുക്കുണ്ടാവട്ടെ. അമ്മ മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും നേരുന്നു. നിർമ്മലതയിൽ നമുക്ക് അമ്മയുടെ കൂടെയാവാം, അമ്മയുടെ മാധ്യസ്ഥം കേണപേക്ഷിക്കാം. ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നു പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ പോലെ ദൈവ തിരുമനസ്സിന് വിധേയരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാനായിലെ കല്യാണവേളയിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ വഴിയൊരുക്കിയ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദിമാതാവായ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തായെയും ടോണി മെത്രാനെയും ജേക്കബ് മെത്രാപോലിത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോട് ചേർത്ത് വയ്ക്കാം. കത്തോലിക്കാ തിരുസഭ ഇന്ന് മദർ തെരേസായുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു. കാരുണ്യത്തിൻ്റെ കനിവുകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാൻ, കരുണയുടെ മക്കളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. നാം അർപ്പിച്ചതും മനസ്സിൽ അവശേഷിക്കുന്നതുമായ എല്ലാ നിയോഗങ്ങളിലേക്കും ദൈവാരൂപിയുടെ ആവാസമുണ്ടാവട്ടെ. ഇന്നും ജീവിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവട്ടെ.
എല്ലാ നിയോഗങ്ങളെയും പവിത്രമാക്കുന്ന ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവിത്തിനാൾ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. തിരുഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധയമ്മയോടൊപ്പം സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. താതനുമതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്ദിക്കും ആമേൻ. സുതനുടെ പ്രേക്ഷിതരെ, ഏകജസ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ
മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുന്നേക്കും നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം യിസ്ഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ
കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. ചേർന്ന് പാടാം. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. വിണ്ടലനാഥ ഹോശാന ഹോശാന ഹോശാന. മഹിതലനാഥ ഹോശാന ഹോശാന ഹോശാന. വിണ്ടലനാഥ ഹോശാന ഹോശാന ഹോശാന. മഹിതലനാഥ ഹോശാന ഹോശാന ഹോശാന. സർവ്വചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാം. സർവ്വചരാചര സൃഷ്ടാവേ പരിപാലകനേ വാഴ്ത്തിടാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേക
അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കേണ്ട ഇടമാണ് നമ്മുടെ ജീവിതം. തുടർന്ന് വരുന്ന പ്രാർത്ഥനയിൽ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. നാം എന്തിനൊക്കെയാണ് ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടതെന്ന്. ഒരുപാട് കുർബാന കൂടിയിട്ടും ഈ വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊരു ധ്യാനം നമുക്കുണ്ടാവട്ടെ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തയ്ക്കും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയ്ക്കും ജേക്കബ് മെത്രാപ്പോലിത്തയ്ക്കും ടോണി മെത്രാനു വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും ഈ ആലയത്തിലായിരിക്കുന്നവരും ദർശിക്കുന്നവരുമായ എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ദൈവാത്മാവിൻ്റെ കൃപാവരം സംജാതമാകുന്നതിനു വേണ്ടിയും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിന്റെ കൃപാവരങ്ങൾ ലഭ്യമാകുന്നതിനും ഞങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക്, ശിഥിലമായ കുടുംബ ബന്ധങ്ങളിലേക്ക്, ഞങ്ങളുടെ രോഗപീഠയിലേക്ക്, സാമ്പത്തിക പരാധീനതയിലേക്ക്, മക്കളെക്കുറിച്ചുള്ള ആകുലതയിലേക്ക്, ദൈവാരൂപിയുടെ സാന്നിധ്യം ആവശ്യമായ എല്ലാ നിയോഗങ്ങളിലേക്കും ഈ ആശ്രമത്തിൻ്റെ സ്വപ്നങ്ങളിലേക്കും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കൃപാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ഹൃദയമോരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവായി. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനി ദിനവും തിരുമേയം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണം ആയിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചിപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മിശിഹായുടെ മാതാവാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ പെസഹാ രഹസ്യത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെ പോലെ മിശിഹാ രഹസ്യത്തിൻ്റെ ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടും നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാൻ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും. അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയിർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. നൽകും ദൈവികമാ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം
സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും